ചാനൽ ചർച്ചയിലെ ഒരു നാക്കുപിഴവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ സംഘടിതമായ രീതിയിൽ പോലീസ് ഗുണ്ടായിസം നടത്തുകയാണ്. ചാനൽ ചർച്ചയിലൊരു നാക്കുപിഴവ് സ്വാഭാവികമാണ്. നാക്കുപിഴവുണ്ടാവാത്ത ഒരാളും കേരള രാഷ്ട്രീയത്തിലില്ല. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പിണറായി വിജയനെതിരെ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ആദ്യം കേസെടുക്കണം. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ CPM കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ നാക്കുപിഴവ് കോടതിയിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ട് കോടതിയിൽ മാപ്പ് പറഞ്ഞു വന്ന് വീണ്ടും നാക്കുപിഴവെന്ന് പറഞ്ഞ് തോന്നിവാസം പറയുന്ന ആളാണ്. വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഇതിലൊന്നും ഒരാളും ഇത് നാക്കുപിഴവാണ്, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നേപ്പാളിലെ കലാപം, ശ്രീലങ്കയിലെ കലാപം, തൊട്ടപ്രദേശം അപ്പുറത്തെ ബംഗ്ലാദേശിലെ കലാപം പോലെ കലാപം ഉണ്ടാവണം ഈ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ ചിത്രം കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി കാണിച്ച് ഇവരെയൊക്കെ അടിച്ചോടിക്കണമെന്ന് പരസ്യമായി പറഞ്ഞത് ബുക്കർ നേതാവാണ്. അരുന്ധതി റോയ് മലയാളിയാണ്. ബുക്കർ നേതാവും മലയാളിയായ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? നാക്കുപിഴവല്ല, വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. നാക്കുപിഴവല്ലത്. കലാപം നേപ്പാളിൽ ഉണ്ടാക്കിയ കലാപം പോലെ, ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ കലാപം പോലെ ഇന്ത്യയിൽ കലാപമുണ്ടാക്കി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും ഓടിക്കണം ഇന്ത്യയിൽ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ ആദ്യം തയ്യാറാവണം. എന്നിട്ട് വേണം പ്രിന്റ് മഹാദേവൻ, ഒരു പാവം ചെറുപ്പക്കാരൻ ആവേശം മൂത്തപ്പോൾ ഒരു നാക്കുപിഴവ് പറ്റി, അത്രയേ ഉള്ളൂ. ആ നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുത്തു. ഞങ്ങൾക്കത് മനസ്സിലാക്കാം. കേസെടുത്തോട്ടെ, ഞങ്ങൾക്കതിൽ വിരോധമില്ല. പ്രിന്റ് മഹാദേവൻ ഇന്നും ഇപ്പം മുടക്കാണ്. അയാളുടെ കാര്യം കൃത്യമായിട്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോടതി ഇല്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ അഭിഭാഷകനെ കണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രിന്റ് മഹാദേവനെ വേട്ടയാടി, പ്രിന്റ് മഹാദേവന്റെ പേരിൽ BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ 2-3 പ്രാവശ്യം ഇന്ന് തന്നെ കയറി ഇറങ്ങിയിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകരുടെ വീട്ടിൽ കയറി പ്രിന്റ് മഹാദേവന്റെ പേര് പറഞ്ഞ് വേട്ടയാടിയാൽ ചാണകം മുക്കിയ ചൂലെടുത്തിട്ട് ഏത് പോലീസുകാരനായാലും ഞങ്ങൾ അടിക്കും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുടെ പ്രശ്നമേ ഇല്ല. പിന്നെ ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കൂല. ഞങ്ങൾ എടുക്കേണ്ട തീരുമാനം ഞങ്ങളെടുത്തു. അയാളെ വക്താവ് പൊസിഷനിൽ നിന്ന് ഞങ്ങൾ മാറ്റി. തെറ്റ് അയാൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, അതൊരു നാക്കുപിഴവായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. ആ നാക്കുപിഴവായിട്ടും ഞങ്ങൾ എടുക്കേണ്ട ചുമതല ഞങ്ങൾ ചെയ്തു. പാർട്ടി അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. എന്നിട്ടും അയാളുടെ പേരിൽ കേസെടുത്തു. ഞങ്ങൾക്ക് വിരോധമില്ല, കേസെടുത്തു. അയാൾ മുൻകൂർ ജാമ്യത്തിന് നോക്കുന്നു. ഇതൊക്കെ ജനാധിപത്യത്തിൽ സർവ്വസാധാരണമാണ്. അതിന് പേര് പറഞ്ഞ് BJP ഓഫീസിലും BJPയുടെ ഇന്നിപ്പോൾ കിഴക്കൻപാട്ടുകാരിൽ 2 BJPയുടെ സമ്മന്നതരായ വീട്ടിൽ വന്നിട്ട് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുക. അതിന് പോലീസിനോട് ഞാനാ സംസാരിച്ചേ. അപ്പോൾ പോലീസ് പറഞ്ഞത് ടവർ ലൊക്കേഷൻ ഉണ്ടെന്നാണ്. നാട്ടിൽ പല ആൾക്കാരും ടവർ ലൊക്കേഷൻ്റെ പേരിൽ നടക്കും. അതിൻ്റെയൊക്കെ പേരിൽ BJP ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ BJPക്ക് പ്രവർത്തകരുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കും, വെറുതെ ഇരിക്കുന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ കോൺഗ്രസ്സുകാരനെ കിടത്തി ഉറപ്പിക്കില്ല. ഞാൻ ചോദിക്കണം, രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയോ? അതെന്താ ഇത്ര വലിയ പൊള്ളൽ? നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ പിണറായി വിജയന് പൊള്ളാറില്ലല്ലോ. നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ. നരേന്ദ്രമോദിയെ മരണത്തിൻ്റെ വ്യാപാരി എന്ന് വിളിച്ചപ്പോൾ പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ.
നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ കുടുംബത്തെയും അപമാനിച്ചപ്പം പിണറായി വിജയന് പൊള്ളിയില്ലല്ലോ. ഇപ്പം പെട്ടെന്ന് പൊള്ളാൻ എന്താ കാരണം? ഇവർ തമ്മിലുള്ള ഒരു ഐക്യമാണ്. ഇവർ തമ്മിലുള്ള ഐക്യമാണെന്ന്. രാഹുൽ ഗാന്ധിയും CPM-ഉം കോൺഗ്രസും ബാന്ധവമാണ് ഈ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനെ പറഞ്ഞപ്പം CPM-ന് പൊള്ളി. കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് MLA ഈ നാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചപ്പോൾ ആ യുവ MLA പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് CPM-ആണ്. ഗൗതമാഷ് എന്താ പറഞ്ഞത്? അയാൾ പാലക്കാട് വരുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല. അപ്പം ഇവർ തമ്മിലുള്ള ഒരു പ്രോട്ട നാടകമാണ്, ഇവർ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ പ്രകടമാവുന്നത്. അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധിയെ പറയുമ്പോഴേക്കും പിണറായി വിജയൻ വല്ലാണ്ട് പൊള്ളണ്ട. പിണറായി വിജയൻ അങ്ങനെ പൊള്ളിയാൽ വേദനിക്കുന്നവരല്ല BJP. ഞങ്ങൾ കുറെ കണ്ടതാണ്. അതുകൊണ്ട് നല്ലതാണ്. ജനാധിപത്യ രീതിയിൽ മര്യാദയാണ് മര്യാദകളാണെങ്കിൽ ചാണകവെള്ളവും ചൂലും എല്ലാം വീട്ടിലുണ്ട്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും വരണ്ട. ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കടത്തി പൊറുപ്പിക്കില്ല വീട്ടിൽ. ഞങ്ങൾക്കും അറിയാം ഈ പണിയൊക്കെ. അപ്പോൾ വല്ലാതെ ഓവർ സ്മാർട്ട് ആവണ്ട കോൺഗ്രസ്സുകാർ. നിയമസഭയിൽ കിടന്ന് തിളയ്ക്കണ്ട. നിയമസഭയിൽ കടന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി തിളയ്ക്കണ്ട. ഇതൊരു നാക്കുപിഴവായിട്ട് കണ്ടാൽ മതി. ഞങ്ങളതിനെ നാക്കുപിഴവായിട്ട് കണ്ടു. സംഘടനാപരമായി തീരുമാനമെടുത്തു. കേസെടുത്തോട്ടെ, ഞങ്ങൾ കോടതിയിൽ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറല്ലേ. നെഞ്ചത്തേക്ക് കയറിയാൽ ഞങ്ങൾ വെറുതെ വിടില്ല. അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നാക്കുപിഴവിനെ നാക്കുപിഴവായിട്ട് കാണണം. പോലീസ് കേസെടുത്തു, ഞങ്ങൾക്കതിൽ വിരോധമില്ല. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് BJP പ്രവർത്തകരുടെയോ BJP ഓഫീസിലോ BJP പ്രവർത്തകരുടെയോ മെക്കട്ടേക്ക് വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. പോലീസാണെന്നും ഞങ്ങൾ നോക്കില്ല. ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിടും. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് പറയുന്നത്, വല്ലാതെ തിളക്കണ്ട ഈ വിഷയത്തിൽ. ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നേപ്പാളിലെ സംഭവം കഴിഞ്ഞ ഉടനെ മലയാളിയായ അരുന്ധതി റോയിയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, നേപ്പാളിലെ പോലെ കലാപമുണ്ടാക്കണം ഇന്ത്യയിൽ, നരേന്ദ്രമോദി ഓടിക്കണം എന്ന് പറഞ്ഞാൽ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കണം. പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പരാതി ഉണ്ടോയെന്ന് വെച്ചാൽ പരാതി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഇതിന് പരാതിയൊന്നും വേണ്ട, സുമോട്ടോ എടുക്കണം. രാജ്യവിരുദ്ധതയാണ്. അതുകൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാതിരിക്കുക കൂടുതൽ. ഈ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. കാരണം എന്നൊന്നും പത്തസ്നാളം വിളിക്കണ്ടല്ലോ. അതുകൊണ്ട് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. സെപ്റ്റംബർ 25 മുതൽ ഡിസംബർ മാസം 25-ാം തീയതി വരെ ഭാരതീയ ജനതാ പാർട്ടി, സെപ്റ്റംബർ 25 എന്ന് പറയുന്നത് ഞങ്ങളുടെ ജന്മദിനമാണ് ദീനദയാൽ ഉപാധ്യായയുടെ. ഡിസംബർ 25 എന്ന് പറയുന്നത് ജന്മദിനമാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ. അപ്പം ഈ കാലഘട്ടം ഭാരതം സ്വദേശി മുദ്രാവാക്യം ഉയർത്തുകയാണ്. ഹർ ഘർ സ്വദേശി, ഘർ ഘർ സ്വദേശി. എല്ലാ വീടുകളിലും സ്വദേശി ഉൽപ്പന്നം, എല്ലാ വീടുകളിലും സ്വദേശി സംസ്കാരം. സ്വദേശി എന്ന് പറയുന്നത് വിദേശി വിരുദ്ധമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും തീരുവ കൂട്ടുമ്പോൾ ആഭ്യന്തര ഉൽപാദനവും നമ്മുടെ നാട്ടിലെ കമ്പനികളും ഈ നാടിൻ്റെ ആഭ്യന്തര മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് വിദേശിയുടെ ഉൽപ്പന്നവുമായിട്ടാണ്. അത് കഴിഞ്ഞ് കുളിക്കുന്നത് വിദേശിയുടെ ഉൽപ്പന്നവുമായിട്ടാണ്. അത് കഴിഞ്ഞ് ചായ കുടിക്കുന്നത് വിദേശിയുടെ ഉൽപ്പന്നവുമായിട്ടാണ്. അങ്ങനെ നിത്യനിദാന ജീവിതത്തിൽ നാം വിദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ കൂടുതൽ വ്യാപരിപ്പിക്കുവാൻ വേണ്ടി, കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി, വിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു സ്വദേശി മനസ്സ്, സ്വദേശി സംസ്കാരം, അത് ഭാഷയിലാണെങ്കിലും നമ്മുടെ സർവ്വമേഖലയിലും അതുണ്ടാവണം. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന തരത്തിലുണ്ടാവണം. നമുക്കിപ്പോൾ എല്ലാം സ്വദേശിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർട്ടൻ എക്സ്റ്റെൻറ്റിൽ നമുക്കത് ചെയ്യാൻ കഴിയണം. ആ ഒരു സ്വദേശി മൂവ്മെൻറ്റ്
നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്നാണ് അതിൻ്റെ പേര്. ആ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഞങ്ങൾ വീടുവിടാന്തരം കയറി അതിൻ്റെ സ്റ്റിക്കർ, ലഘുലേഖ, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. ആ കാര്യം കൂടി ഞാൻ അതിനകത്ത് സൂചിപ്പിക്കുന്നു. പക്ഷേ പത്രസമ്മേളനം ഇന്നത്തെ ഈ പ്രിൻ്റ് മഹാദേവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. പിന്തുണയല്ലല്ലോ, അയാളുടെ പേരിൽ കേസുണ്ട്. അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ അയാൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതൊക്കെ ശരിയെന്നല്ലേ പിന്തുണ എന്ന് പറഞ്ഞാൽ? അല്ലല്ലോ. നമ്മൾ അയാൾക്കെതിരെ നടപടിയെടുത്തു. അതൊരു നാക്കുപിഴവാണ്. ശരിയാണോ ശരിയല്ല എന്നല്ല, അതൊരു നാക്കുപിഴവാണ്. നാക്കുപിഴവാകുന്ന പല കാര്യങ്ങളും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് അതിന് നാക്കുപിഴവാണ്. അതുകൊണ്ട് നമ്മൾ നടപടിയെടുത്തു അയാൾക്കെതിരെ. അത്രയേ ഉള്ളൂ. ഞാൻ തള്ളിയെന്നും പറഞ്ഞില്ല, ഉൾക്കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റെല്ലാവർക്കും പറ്റാം. അതൊരു നാക്കുപിഴവാണ്. ഒരു നാക്കുപിഴവായിട്ടുള്ള ഒരാളെ തള്ളേണ്ട കാര്യമില്ല. അയാൾക്കത് ജനാധിപത്യ രീതിയിൽ ആ കേസ് നോക്കാനുള്ള ബാധ്യത അയാൾക്കുണ്ട്. അയാൾ ചെയ്യും. ഞങ്ങൾ ആരെയും തള്ളാനൊന്നുമില്ല. ഇന്നത്തെ മാർച്ച് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അത് കൂടുതൽ പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കൂടുതൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെത്തും. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് എത്തും. വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കേണ്ട, ക്രമസമാധാനം ഇതിൻ്റെ പേരിൽ തകരേണ്ട കാര്യമില്ല. ഞങ്ങളത് അംഗീകരിച്ചു. അയാൾ ഈ മുൻകൂർ ജാമ്യം, ഇതിനൊക്കെ വലിയ മാരക വിഷയമുള്ള ആൾക്കാർ, നാട്ടിൽ ബലാത്സംഗം ചെയ്തവൻ MLA ആയിട്ട് മറ്റേ മുൻകൂർ ജാമ്യത്തിന് നടക്കുക, മനസ്സിലായില്ലേ? ഇതൊരു നാക്കുപിഴയുടെ പേരിൽ അയാൾ കോടതിയിൽ പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ.